Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഈവനിംഗ് സ്നാക്ക് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബ്രെഡ് ഷവർമ പോള റെസിപ്പിയാണ് കേട്ടോ. ഷവർമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഷവർമ ഫില്ലിങ് നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. അപ്പോൾ ഈ ഒരു ഷവർമ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പോള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രെഡ് ഷവർമ പോളക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇനി ഒരല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി, പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. വിനാഗിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ ഒരു 1 മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് അല്പ സമയം നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് അരയുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും അടിച്ചെടുത്ത് മുകളിലെല്ലാം നന്നായിട്ട് പത വന്നല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഈ ഒരു നിങ്ങളുടെ മിക്സിയുടെ എന്താണ് കാണിക്കാന്ന് അറിയില്ല. എൻ്റെ മിക്സിയിൽ വിപ്പ് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വിപ്പ് ഒന്നൊരു 3-4 തവണ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈറ്റ് ആവാൻ ഓയിൽ ആവശ്യമുണ്ടോ ആ ടൈറ്റ് ആവുന്നവരെ കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. വീണ്ടും വിപ്പ് ഞെക്കുക. ഇതുപോലെ 2-3 തവണ ഒന്ന് വിപ്പ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വന്നോളും. അതുപോലെ തന്നെ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ എന്താണ് പൾസ് എന്നാണോ കാണിക്കുന്നത് അങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ല, ഒരു 3 തവണ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ടൈറ്റായി കിട്ടുന്നവരെ ഒരുപാട് ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടൈറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എൻ്റെ മയോണൈസ് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഷവർമ പോളൊക്കെ ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഒരു 200 ഗ്രാമോളം ചിക്കൻ, കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കക്കിരി ചേർത്ത് കൊടുക്കുന്നത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷവർമ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ പച്ചമുളക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബ്രെഡ് പോളൊക്കെ നമുക്കൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കൊന്ന് പച്ചമുളക് കടിക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മയോണൈസ് ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആവേണ്ട കേട്ടോ. ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫില്ലിംഗ് ആവശ്യമുള്ളത്. ഒരുപാട് ക്രീമായിട്ട് എടുക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തത് നമുക്കൊരു ബ്രെഡ് കോട്ടിങ്ങിന് ആവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം പാലൊഴിച്ച് കൊടുക്കുക. ഏതാണ്ട് 1/4 കപ്പ് മാത്രം മതിയാകും. അടുത്തത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊരല്പം മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഷവർമ പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിൽ കുറച്ചൊന്ന് ഗീ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൈഡൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഞാനിവിടെ കുറച്ച് സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഇതുപോലെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു അളവില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും ബ്രെഡിൻ്റെ എത്ര ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ബ്രെഡ് സ്ലൈസ് മുക്കിയതിന് ശേഷം നമ്മുടെ പാനിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ.
അപ്പം ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാന് നന്നായിട്ട് ബ്രെഡ് കൊണ്ട് കവർ ചെയ്യണം. നമുക്ക് ഈ ഒരു പാൻ്റെ ഷേപ്പിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള പാൻ എടുക്കുക. എത്ര നിങ്ങൾ ഫില്ലിംഗ് ആക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ പാൻ എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടില്ലേ, ഇത്രയും വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ, ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈസിയാണ് ചെയ്യാനായിട്ട്. ബ്രെഡിനെ ലെവലിൽ വെക്കണമൊന്നുമില്ല, ഇതുപോലെ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ ഈ ഒരു പാത്രത്തിന്. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു പാനിനെ കവർ ചെയ്തതിന് ഒട്ടും ഹോൾസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മയോണൈസിന് കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മയോണൈസ് ഇട്ട് കൊടുക്കണം എന്തായാലും, എങ്കിലേ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് കവർ ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് വെക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ വെച്ചാലാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഷവർമ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഫില്ലിങ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി വലുപ്പമുള്ള പാൻ എടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഒരു ലെയറായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫില്ലിങ് എങ്കിൽ ഒരുപാടായിട്ട് കടിക്കില്ല. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഈ ഒരു ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മയോണൈസ് ആവശ്യമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. നമ്മുടെ അടിയത്ത് ഫില്ലിംഗ് ഒന്നും കാണാൻ പാടില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വന്ന ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മുകളിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യാം മുകൾ ഭാഗം ആറിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് സെറ്റായി. കാരണം ഓവർ നമുക്കിത് കുക്കായിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബ്രെഡും ആണ്, അതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പോള ഒരു ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകുതി ഫില്ലിങ് ഒന്നിലും പകുതി ഫില്ലിങ് ഒന്നിലുമായിട്ട് 2 ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി വലിയ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പാച്ചിലെയോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊന്ന് വെടിയിച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. എന്തായാലും വിട്ട് കിട്ടും, എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സൈഡൊക്കെ ഇത് കണ്ടില്ല നിങ്ങൾക്ക്, ഞാൻ ഈ സ്പാച്ചിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ സൈഡൊക്കെ നിങ്ങൾ ഇത് കാണുന്നത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ബ്രെഡല്ല, ബ്രെഡ് ഇതുപോലെയല്ലേ ഇരിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ട് ഭാഗം കൂടി ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ, ഇതുപോലെ ഒന്ന് പൊന്തിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, കാരണം ബ്രെഡല്ലേ, പെട്ടെന്ന് തന്നെ റെഡി ആവുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി പോളയാണ് കേട്ടോ. കണ്ടില്ല, നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര മയോണൈസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്